എന്താ ഇത്? പത്രക്കാരാ, പ്രഭാകരന് വാർത്ത കൊടുക്കണ്ടേ? പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റിയ രോഗം വല്ലതും ആണോ ചേട്ടാ? പ്രഭാകരന് വേണ്ടിയല്ല, നാടകത്തിന് പബ്ലിസിറ്റിക്ക് വേണ്ടിയാ. നാടകത്തിന് കുരിഞ്ഞ ബുക്കിംഗ് ആയിരിക്കും. എന്നാ എന്റെ ഒരു ഫോട്ടോ കൂടെ കൊടുക്കാൻ പറയണേ. എന്തിന്? അവന്റെ പറ്റിന്റെ കാരണക്കാരൻ നീയാണെന്ന് പറഞ്ഞോണ്ടോ? വന്നേ വന്നേ, എടുത്തോ, ഇഷ്ടം പോലെ എടുത്തോ, ഇഷ്ടം പോലെ എടുത്തോ. എന്താ? അഭിനയ കാര്യം, ട്രൂപ്പിന്റെ പേര് പറഞ്ഞത് വിശ്വകല തിയേറ്റേഴ്സ്. എന്റെ പേര് ചിറ്റാർ വക്കച്ചൻ. വക്കച്ചൻ. എന്താ എന്താ? എടുക്കരുത്, ഫോട്ടോ എടുക്കരുത്, ഒറ്റയാണ് എടുത്തോരുത്. മണ്ടത്തിനെ പറയത്. ഇക്കാലത്ത് പത്രത്തിൽ ഒരു ഫോട്ടോ അച്ചടിച്ച് വരുന്നത് നിസ്സാര കാര്യമാണോന്നാ ചോദിച്ചത്. ഒരു ഫോട്ടോ ഇവിടെ എടുത്തോ. ആത്മാർത്ഥ സുഹൃത്തിനെ ആശ്വസിപ്പിക്കുന്ന അതുല്യ കലാകാരൻ പോൾരാജ്. അരങ്ങിലെ പോലെ ജീവിതത്തിലും പത്രക്കാരൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അരങ്ങിൽ ഭ്രാന്തനായി അഭിനയിച്ച് ജീവിതത്തിലും ഭ്രാന്തനായി തീർന്ന അതുല്യനായ കലാകാരൻ. പ്രഭേ, തൃപ്തിയായല്ലോ നിനക്ക്? ഏതായാലും നീ ആള് ഫേമസ് ആയില്ലേ? എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. അയ്യോ, എവിടെ? എന്ത് പറ്റി? സോപ്പ് തേച്ച് ഒന്ന് കുളിച്ചു നോക്ക. പോളെ, നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഈ ചെയ്തതൊക്കെ കുഴപ്പമാണെന്ന് നിനക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ യമുനയെ എവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ നീ ആരാകും? വലിയ ഹീറോ. അവിടെ 11 എനിക്കൊന്നുമില്ലെന്ന് പത്രത്തിൽ നിന്നാണ് ഞങ്ങൾ വിവരം അറിഞ്ഞത്. പല നാടകക്കാരികളും കൈവശം തന്നതായിരിക്കും. നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് ഒരു അസുഖമില്ല. അമ്മേ, പ്രാന്തനും മനുഷ്യനും എന്ന ഞങ്ങളുടെ പുതിയ നാടകത്തിന് വേണ്ടി പ്രാന്തന്മാരുടെ അനുഭവം പഠിക്കാൻ ഞാൻ ഒരാഴ്ച ക്യാമ്പ് ചെയ്തതല്ലേ. പത്രക്കാർ തെറ്റിദ്ധരിച്ചു, ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ ഈശ്വര, ഇവൻ എന്തൊക്കെയായി പറയുന്നത്? കുടുംബത്തിൽ ആകെ കൂടിയുള്ള ഒരു ആന്തരിക ഞങ്ങളോട് ഈ കടുങ്കൈ ചെയ്തല്ലോ. ഓ, കിടന്ന് കരയാതെ അമ്മേ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ദാ നോക്ക്, അമ്മയ്ക്കൊന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുപ്പീനെ. നമസ്കാരം. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നീ വീട്ടിൽ വന്നപ്പോ ഒരു വാക്ക് പറഞ്ഞോട ദുഷ്ട. ഇനിയും ചെന്ന് പത്രക്കാരൻ നാട്ടുകാരെ വിളിച്ചോണ്ട് പാടാ. ഞങ്ങളുടെ ചേട്ടൻ എന്താ പറ്റിയേ? ഒന്ന് തുറന്നു പറഞ്ഞേ. ഇപ്പൊ ഭ്രാന്തിന് പല കാരണങ്ങളും. നിനക്കറിയാം, ഒരു കാര്യമില്ലാതെ എന്റെ മോനിത് സംഭവിക്കുവോ? അല്ലമ്മേ, നിറച്ച് കാശ് കിട്ടാനുള്ള ഏർപ്പാടുണ്ടാക്കിയ ശേഷമാണ് പ്രഭാകരൻ ഭ്രാന്തനായത്. ഭ്രാന്ത് വന്നതിന് ശേഷം കാശ് കിട്ടിയിട്ട് എന്താ കാര്യം? അല്ലമ്മേ, ഇതിലൊരു വലിയ രഹസ്യം ഉണ്ടാ. എല്ലാവരും മറിക്കെ. ഒരു കലാകാരൻ മറ്റൊരു കലാകാരൻ നൽകുന്ന സ്വീകരണമാണ്. സാറേ, ആ തലയൊന്നും എത്തിക്കേ, ഈ മാലയൊന്നും ഇട്ടോട്ടെ. കൊണ്ടുപോളൂ. അയ്യോ, ഇന്നല്പം കൂടുതലാണല്ലോ. സ്വല്പം ലേശം. സാരമില്ല, സാറേ, തലയൊന്നും കിട്ടിയ മാലയൊന്നും ഇട്ടോട്ടെ. അയ്യോ, എന്റെ മോന് ഭ്രാന്ത് പിടിച്ചേ. അമ്മേ, അമ്മേ, ഒരു കാര്യം. ആ, ഞാൻ പറയുന്നത് വിശ്വസിക്കണം. വരണം, വന്നാട്ടെ, വന്നാട്ടെ. ഞാൻ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഹോസ്പിറ്റലിൽ വെച്ച് സംസാരിക്കാനുള്ള ധൈര്യക്കുറവുണ്ടാ. അതെനിക്കറിയാം. ബീനയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ ഒറ്റയ്ക്കിരുന്ന് എന്നോട് പറയാനുണ്ടാവും. ഒരു കാമുകിയുടെ വികാരം എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പറയൂ. അതിനൊന്നുമല്ല ഇവിടെ വരാൻ പറഞ്ഞത്. പിന്നെ ഇന്ന് രാത്രി യമുനയുടെയും പ്രഭാകരന്റെയും സെല്ല് ഞാൻ തുറന്നു കൊടുക്കാം. ലീലാമ്മ സിസ്റ്ററിന്റെ എന്റെ അറ്റൻഡേഴ്സ് ഇന്ന് ലീവാണ്. ആനി സിസ്റ്റർക്ക് അന്ന് നൈറ്റ് ഡ്യൂട്ടി. അവര് കിടന്ന് ഉറങ്ങിക്കോളും. ഇന്ന് നല്ലൊരു ചാൻസാ. രാത്രി ഒരു 11 മണിയോട് അടുക്കുമ്പോ പോള് ഹോസ്പിറ്റലിന് തെക്കുവശത്തുള്ള റോഡിൽ വന്ന് നിൽക്കണം. അത് ഞാൻ ഏറ്റു. ദേ, ജീവൻ പണയം വെച്ചുള്ള സാഹസമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓർമ്മയുണ്ടല്ലോ? ബീന ഒന്നുകൊണ്ട് പേടിക്കണ്ട. നന്മ ചെയ്യുന്ന മനസ്സുകളോടൊപ്പം ദൈവം എന്നും ഉണ്ടാകും. രക്ഷപ്പെട്ടോണം. ഹോസ്പിറ്റലിന്റെ തെക്കുവശത്തുള്ള മതിൽ ചാടി വേണം പോകാൻ. പോൾ അവിടെ കാത്തു നിൽപ്പുണ്ടാവും. യമുന താഴെ വരുമ്പോ പ്രഭാകരൻ അവിടെ ഉണ്ടാവണം. പിന്നെ എല്ലാം സൂക്ഷിച്ചു വേണം. ഇത് പോള് തന്നയച്ചതാ. എന്തോ ഡ്രസ്സാണെന്ന് തോന്നുന്നു.
താങ്ക് യു സിസ്റ്റർ, താങ്ക് യു വെരി മച്ച്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. പ്രഭാരൻ ഉടനെ താഴെ വരും. പിന്നെ സെക്യൂരിറ്റിക്കാരുടെ കൺമുമ്പിൽ പെടരുത്. ഞാൻ പോയി അല്പം കഴിഞ്ഞ് യമുന ഇറങ്ങിയാൽ മതി. ഈ ഉപകാരം അതൊക്കെ പിന്നെ മതി. ഞാൻ ഇറങ്ങട്ടെ. പുറത്തു തന്നെയുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അടിയിലെങ്ങനെ ഇതുണ്ട്. ഭരണങ്ങാനത്തൊന്നും വരുന്നതല്ലേ? ഇത്രയും വൈകിയപ്പോ നിങ്ങൾ ഇനി ഇന്ന് എത്തുകയില്ലെന്നാ കരുതിയത്. ധ്യാനം കൂടാൻ വന്ന ബാക്കി സിസ്റ്റേഴ്സ് എല്ലാം 6 മണിക്ക് മുമ്പ് തന്നെ എത്തി. ട്രെയിൻ ലേറ്റ് ആയി പോയതുകൊണ്ട് വൈകിപ്പോയതാ. നിങ്ങൾ ആഹാരം വല്ലതും കഴിച്ചതാണോ? ഒന്നും കഴിച്ചില്ല. കുടൽ കത്തിക്കരിയുന്ന വിശപ്പാണ്. എന്നാൽ ഡൈനിങ് ഹാളിലേക്ക് പോയിക്കോളൂ. നിൽക്കൂ. എന്താ ഈ കർച്ചിഫ് മൂക്കിൽ തന്നെ വെച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് നല്ല ജലദോഷ. നല്ല പനി. 110 ഡിഗ്രി വീതമുണ്ട്. അതെയോ? എന്നാ ഇന്നിനി ഒന്നും കഴിക്കണ്ട. റെസ്റ്റ് എടുത്തോളൂ. ദേ റൂം നമ്പർ 34ലേക്ക് വെക്കോളൂ. പനി അല്പം കുറഞ്ഞിട്ടുണ്ട്. നല്ല ഫുഡ് കഴിക്കാനുള്ള ചാൻസ്. നല്ല ഫുഡ് കഴിക്കാനുള്ള ചാൻസാണ് നഷ്ടപ്പെട്ടത്. അവന്റെ ഒരു ഒടുക്കലത്തെ ഫുഡ് അവന്മാരുടെ കൈ കിട്ടി നമ്മളെ ജീവനോടെ വെച്ചേക്കില്ല. അത് ഉറപ്പുള്ളത് കൊണ്ട് നല്ലതുപോലെ ബാക്കി രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് മരിക്കാമെന്ന് പറയുന്നത്. അവന്മാർ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇപ്പൊ പുറത്തു പോകുന്ന അപകടം ഇവിടെ തന്നെ കൂടാം. എത്ര നേരമായി ഈ കർച്ചീഫും പിടിച്ചോണ്ട് ഇങ്ങനെ ഇവിടെ? അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ?
അതെ, നമുക്ക് ഈ മീശ കരിച്ചു കളഞ്ഞാലോ? ചേട്ടനെ ആ തന്നെ താനങ്ങ് കരിച്ചോണ്ടാ മതി. ഈ മോന്തയില് മീശ ഉള്ളതും ഇല്ലാത്തൊക്കെ കണക്കാ. പിന്നെ കിടന്നുറങ്ങാൻ നോക്ക്. പോത്തുപോലെ കിടന്നുറങ്ങിക്കളയരുത്. ഇല്ല. അവന്മാര് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പ സ്ഥലം വിടണം. വല്ലാത്ത ഉഷ്ണം തിക്കല്ലടാ. ഗുഡ് മോർണിംഗ്. നിങ്ങൾ എവിടെ നിന്ന് വരിക? ഭരണങ്ങാനത്ത് നിന്നും വരിക. ഇന്നലെ വരാൻ പറ്റിയില്ല. ഭരണങ്ങാനത്ത് നിന്നോ? അപ്പൊ രാത്രി വന്നവരോ? അവിടുന്ന് വേറെ ആരും വന്നിട്ടില്ല മദർ. ശരി, വരൂ, ഞാൻ കാണിച്ചു തരാം. ആരോ തട്ടുന്നു. നേരം വിളിത്തോ. ചിലപ്പോ ബ്രേക്ക്ഫാസ്റ്റ് തരാൻ വിളിക്കായിരിക്കും. നിന്നോട് ഞാൻ ഇപ്പോഴേ പറഞ്ഞു. നിങ്ങൾ ഭരണങ്ങാനത്ത് നിന്നാണോ വരുന്നത്? അല്ല, ഒരു രക്ഷകൻ. ഡോക്ടർ കൃഷ്ണകുമാർ ഇതുവരെ ആരും തോൽപ്പിച്ചിട്ടില്ല. പിന്നെയല്ലേ പീറ നാടത്തിന് ഭ്രാന്തം വേഷം കിട്ടുന്ന നീ. ഡ്യൂട്ടി റൂമിൽ നിന്ന് താക്കോൽ മോഷ്ടിച്ച് രണ്ടിനും തുറന്നു വിട്ട് അല്ലട. ഇതിനകത്ത് നീയൊക്കെ ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഞാനും നോക്കട്ടെ. സെലടത്തേക്ക് ഇത് സാറിന്റെ ഓപ്പറേഷൻ എത്രാമത്തെ ഘട്ട പറയടാ? വിഷമിക്കാതെ പ്രഭേ, മഹാന്മാർക്ക് എപ്പോഴും ഇതേപോലുള്ള പരീക്ഷണ ഘട്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവരിവിടെ വന്നതെന്ന് അറിഞ്ഞതുകൊണ്ട് ഇനി എന്ത് ചെയ്യാനും ആള് മടിക്കില്ല. ഞാനാണ് നിങ്ങളെ തുറന്നു വിട്ടതെന്ന് ആർക്കും അറിയില്ല. പോളിനോട് വളരെ ക്രൂരമായാണ് ഡോക്ടർ പെരുമാറിയത്. ഞാൻ പിന്നെ വരാം. നീയാണ് കുറ്റവാളി. അയ്യോ, നീയാണ് കുറ്റവാളി. നാടകത്തിൽ റൗഡി കൃഷ്ണ അഭിനയിച്ച പൂച്ചാക്കൽ റഷീദ്. അതെ. സാറിനും അസുഖത്തിന്റെ ലക്ഷണങ്ങൾ തുടങ്ങിയല്ലേ? അയ്യോ, എനിക്ക് അസുഖമൊന്നുമില്ല. ഞാനിവിടെ പിന്നെ എന്തൊരു കഷ്ടമാണ് ഈശ്വര. നാടകന്മാർക്ക് ഓരോരുത്തർക്കായി ഇങ്ങനെ തുടങ്ങിയ ആദ്യം പ്രഭാകരൻ സാറിന്, പിന്നെ പോൾരാജ് സാറിന്, ഇതേ ഇപ്പൊ എന്റെ പൊന്ന്. എന്താ പേര്? കുഞ്ഞിരാമൻ. കുഞ്ഞിരാമൻ ചേട്ടാ രോഗിയാണോ? അല്ല, പേഷ്യന്റ് ആണോ? അറ്റൻഡറാണ്. ആരായാലും വിരോധമില്ല. പടച്ചോനാണ് സത്യം. എനിക്ക് അസുഖമൊന്നുമില്ല. ഞാൻ പ്രഭാകരനും പോളിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ആദ്യം പോൾ സാറിന് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നീട് പകർന്നതല്ലേ. അതുകൊണ്ട് സാറും സൂക്ഷിക്കണം. ഞാനും ഒരു കലാകാരനായതുകൊണ്ടാണ് പറയുന്നത്. അവരെവിടാ കിടക്കുന്നത്? ആ കുത്തി കുത്താന വരം കല്ല് കുത്തി കുത്തി. ആരാ വന്നിരിക്കുന്നു? പോളെ. ഇത് കാണുമ്പോ സൂര്യ നമസ്കാരം എന്ന നാടകത്തിൽ ജയിലിൽ കിടക്കുന്ന ചേട്ടനും അനിയനും അവരെ കാണാൻ വരുന്ന ഫീച്ചർ എഴുതാൻ വരുന്ന പത്രക്കാരൻ ആ രംഗമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. തുടങ്ങിയില്ല സിസ്റ്റം. അവർക്ക് എപ്പോ ഞാൻ നല്ല അടുത്ത് വേണം. എന്നാ താനങ്ങോട്ട് ചെല്ല് പോ. പ്രഭാകരന് അസുഖം പത്രത്തിൽ കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഇപ്പൊ നിനക്കും തുടങ്ങിയ അനാവശ്യം പറയരുത്.
എന്റെ പൊന്ന് പൂച്ചാക്കലെ ഞങ്ങൾക്ക് പ്രാന്ത് മണ്ണാങ്കട്ട് ഒന്നുമില്ല. ഇതൊക്കെ ഞങ്ങളൊരു നാടകം കളിച്ചല്ലേ. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ അതിലും വലിയ കുഴപ്പത്തിൽ വന്ന് ചാടിയിരിക്കുക. എന്ത് കുഴപ്പം? ഇങ്ങനെ പോയ നാടക നടന്മാർക്ക് മാത്രമായിട്ടൊരു സ്പെഷ്യൽ വാർഡ് ഇവിടെ തുടങ്ങേണ്ടി വരും. എന്റെ പേടി അതല്ല, ഇവിടുത്തെ ചില അറ്റൻഡേഴ്സിനെ തന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമോന്നാ. ഇളിക്കണ്ട. ഏതായാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അസുഖം വരില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതെന്താ? തലച്ചോറില്ലാത്തവർക്ക് തലച്ചോറിന്റെ അസുഖം എങ്ങനെ വരാനാ? ഇതാണ് സംഭവം. അങ്ങനെ യമുനയെ രക്ഷപ്പെടുത്താമെന്ന് ഞങ്ങൾ അവസാനം ട്രാപ്പിലായി. യമുനയ്ക്ക് വേണ്ടി ആ ഡോക്ടർ ഞങ്ങളെ കൊല്ലാൻ പോലും മടിക്കില്ല. അയ്യോ, എന്നാ പിന്നെ എങ്ങനെയെങ്കിലും അയാളെ കണ്ണുവെട്ടിച്ചോടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഞങ്ങൾക്ക് മാത്രം രക്ഷപ്പെട്ടാ മതി എന്നുണ്ടായിരുന്നെങ്കിൽ ബീനെ വിചാരിച്ചാ പോരെ. ഇപ്പൊ അതുപോലല്ലോ. പിന്നെ യമുനയെ കൂടെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടേ പോകുന്ന ആശാൻ പറയുന്നത്. ഓഹോ, അപ്പൊ അവിടം വരെ എത്തിയോ പ്രഭാകര? കിങ് ഇങ്ങനെ കുത്തി കുത്തി ഒരു ഐഡിയ കൊടുത്തിട്ടില്ല. അവസാനം ഈ ഗതിയിലായത് അറിയുന്നത്. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നിനക്ക് ചെയ്യാൻ പറ്റും? തീർച്ചയായും. ഇങ്ങൊന്നേ. ഞാൻ ഏറ്റു. ഓക്കെ ഓക്കെ. ഓക്കെ. നല്ല ഉഗ്രൻ ഐഡിയ. എന്ത്? എന്താ ഞാൻ കേട്ടില്ല, പറഞ്ഞുതരൂ. ആ കുത്തിക്ക് വിളിക്കാം. വാ. ഹലോ, ഞാൻ അച്ഛനാ. അമ്മയ്ക്ക് വേദന വളരെ കൂടുതലാ. ഞാൻ എന്താ ചെയ്യണ്ടേ? ഡോക്ടർ ശ്രീരാജിനെ വിളിക്കാമായിരുന്നില്ലേ? വിളിച്ചു. ഡോക്ടർ അവിടെ ഇല്ല. എങ്കിൽ അച്ഛൻ വേഗം അമ്മയെ മെഡിക്കൽ ഹോമിലേക്ക് കൊണ്ടുവരൂ. ഞാൻ അങ്ങോട്ട് വരാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. എനി പ്രോബ്ലം ഡോക്ടർ? രണ്ടാമത്തെ കിഡ്നിയും വളരെ വീക്കായിരിക്കാണ്. ഡയാലിസിസ് ചെയ്താലും പ്രയോജനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഒരു കിഡ്നി ഡോണറെ ഉടനെ കണ്ടുപിടിക്കുന്നതാവും നല്ലത്. ശ്രമിക്കാം ഡോക്ടർ. AB നെഗറ്റീവാണ് ബ്ലഡ് ഗ്രൂപ്പ്. റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത് നന്നായിരിക്കും. കൊടുക്കാം ഡോക്ടർ. താമസിക്കും തോറും അപകടം കൂടുകയാണ്. സിസ്റ്റർ. ലീലാമേ, ആ സെല്ലി പിടിച്ചിട്ടിരിക്കുന്ന പ്രശാന്ത് ഇല്ലേ? അതായത് ആ നാടകക്കാരൻ പ്രഭാകരൻ. അയാളുടെ ടെമ്പറേച്ചറും BP ഒന്ന് പരിശോധിക്കണം. വേഗം വേണം. എനിക്ക് പനിയൊന്നുമില്ലോ. പിന്നെന്തിനാ ഈ കുന്തം വായിലേക്ക് വെക്കുന്നത്? ടെമ്പറേച്ചറും BPയും റെക്കോർഡ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടാ. അല്ല, എന്റെ നോക്കണ്ടേ? ആവശ്യം വരുമ്പോ നോക്കിക്കൊള്ളാം. എടാ, എനിക്ക് ഭ്രാന്തില്ലെന്നും നമ്മൾ രണ്ട് നാടകക്കാരാണെന്നും യമുനയെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനകത്ത് കിടക്കുന്നതെന്നൊക്കെ ഡോക്ടർക്ക് അറിയില്ലേ? കറക്റ്റ്. പിന്നെ എന്തിനാണ് അതൊക്കെ നോക്കുന്നത്? മൊത്തത്തിൽ ഇവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ട്. മെഡിക്കൽ ഹോം അല്ലേ? ഞാൻ ഡോക്ടർ കൃഷ്ണകുമാറാ. ഡോക്ടർ ശ്രീരാജിനൊന്ന് കണക്ട് ചെയ്യൂ പ്ലീസ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. അതെ, ശരിയായി. അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ടി വന്നില്ല. അതെ, കിഡ്നി സംഭാവന ചെയ്യാൻ ഒരാൾ സമ്മതിച്ചിട്ടുണ്ട്. അല്ലല്ല, അതെന്റെ ഇവിടുത്തെ ഒരു പേഷ്യന്റാ. പോളെ, എന്താ എന്താ പിന്നെ? എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. പ്രഭാകരനെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പോവാ. എന്തിനാ? എനിക്കറിയില്ല. അവര് വരുന്നു, ഞാൻ പോട്ടെ. കണ്ണുകൊണ്ടൂടെ? ഞാൻ മെഡിസിൻ റീചാർജ് ചെയ്ത് കൊണ്ടുവരാം. ഏത് മെഡിസിനാ? പെൻഡത്താൽ. എന്താ കാര്യം?
ഒന്ന് വേഗം കൊണ്ടുപോടും. വണ്ടി എടുക്കും.